ഒറ്റപ്പാലം NSS കോളേജ് എൻ്റെ ജീവിതത്തിലെ 5 വർഷങ്ങൾ ഏറ്റവും മനോഹരമായ 5 വർഷങ്ങൾ ചെലവഴിച്ച കോളേജ് ക്യാമ്പസ്. ക്ലാസ്സിലിരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ മരച്ചോട്ടിലിരുന്നിട്ടുള്ളത്, ഈ സെയിം മരത്തിൻ്റെ ചോട്ടിൽ. അന്ന് ഇതിന് ഇങ്ങനെ ഒരു തറയുണ്ടായിരുന്നില്ല. അന്ന് ഇതിൻ്റെ താഴെ കുറേ കരിങ്കല്ലുകളാണ്. അപ്പോൾ ആ കല്ലുകൾക്ക് ഓരോന്നിനും അവകാശികളുണ്ട്. സത്യൻ്റെ കല്ല്, ബാലൻ്റെ കല്ല്, എൻ്റെ കല്ല്, രാജശങ്കറിൻ്റെ കല്ല് എന്ന് പറഞ്ഞിട്ട് ഈ മരത്തിൻ്റെ ചോട്ടിലാണ്. എൻ്റെ ക്ലാസ് എക്കണോമിക്സ് ക്ലാസ് അവിടെയാണ്. ആ റൂമാണ് എൻ്റെ BA ഫൈനൽ ഇയർ ക്ലാസ്. ആ ക്ലാസ്സിലിരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇരുന്നിട്ടുള്ളത് ഇവിടെയാണ്. ഈ സ്റ്റേജിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കോമാളിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. സത്യൻ ഗിറ്റാർ വായിക്കാൻ കയറിയിട്ടുണ്ട് ഈ സ്റ്റേജിൽ. ഞാനും ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ആക്ഷൻ സോങ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റേജിൽ. മറ്റേ മീറ്റ് ദ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ പരിപാടിക്ക് പ്രസംഗിക്കാൻ കയറിയിട്ടുണ്ട്. ഈ മരങ്ങൾക്ക്, ഈ മരച്ചോടുകൾക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. പലതും ഇപ്പോൾ അങ്ങനെ വിളിച്ച് പറയാൻ പറ്റാത്ത കഥകളാണ്. ഇവിടുന്ന് തുടങ്ങിയ പ്രണയങ്ങളുടെ ഒരു തമാശ എന്താ വെച്ചാൽ, ആദ്യത്തെ പ്രണയം എന്ന് പറയുന്നത് പ്രീ ഡിഗ്രി കാലത്ത് ദിനേശ് എന്ന് പറഞ്ഞ പാട്ടുകാരനുണ്ട് ഞങ്ങളുടെ ഇടയിൽ. അവൻ യൂണിവേഴ്സിറ്റി വിന്നറൊക്കെ ആയിരുന്നു. പിന്നീട് വൈശാലി എന്ന് പറയുന്ന സിനിമയിലെ ദും 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 ദുന്ദുവിനാഥം എന്നുള്ള പാട്ട് പാടിയത് ദിനേശായിരുന്നു. ദിനേശിന് ദീപ എന്ന് പറയുന്ന, ഞങ്ങളന്ന് പ്രീ ഡിഗ്രിക്കൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് ദിനേശൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു, ദീപ സെക്കൻഡ് ഗ്രൂപ്പിലായിരുന്നു. അപ്പം ദീപയോട് പ്രണയം തോന്നിയിട്ട് ദിനേശിനത് പറയാൻ ധൈര്യമില്ലായിരുന്നു. അങ്ങനെ പറയാൻ ധൈര്യമില്ലാതെ കോളേജിലെ എല്ലാ പെൺകുട്ടികൾക്കും ദിനേശിനോട് ഭയങ്കര ആരാധനയായിരുന്നു. പക്ഷേ ദിനേശിന് ആരാധന ദീപയോടായിരുന്നു. ദീപയോട് അത് പറയാൻ ധൈര്യമില്ലാണ്ട് ഞങ്ങൾ അവസാനം കണ്ടെത്തിയൊരു മാർഗം എക്കണോമിക്സ് ഡേക്ക് ദിനേശിനെ കൊണ്ടൊരു പാട്ട് പാടിക്കുക. പാടുന്ന പാട്ട് ജീവിതേശ്വരിക്ക് ഏകുവാനൊരു പ്രേമലേഖനം എഴുതി എന്ന പാട്ടാണ്. അപ്പോൾ ആ പാട്ട് പാടുമ്പോൾ അത് അവളെ നോക്കി പാടുക, അപ്പോൾ അവൾക്ക് മനസ്സിലാവും അവളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു ടെക്നിക്ക്. ദിനേശ് ഈ സ്റ്റേജിൽ കയറി പാടാൻ വേണ്ടി കയറിയ സമയത്ത് ദിനേശാണ് അടുത്ത് പാടാൻ പോകുന്നതെന്ന് അറിയാതെ ദീപയും കൂട്ടുകാരികളും ക്യാൻറ്റീനിലേക്ക് പോയി. അങ്ങനെ കറ്റൻ വാങ്ങി ദിനേശ് നോക്കുമ്പോൾ മുമ്പിൽ ദീപയില്ല. അവൻ പകച്ച് എന്നെ നോക്കിയപ്പോൾ ഞാൻ കാണിച്ചു പോയി. പക്ഷേ സ്റ്റേജിൽ പാടാൻ കയറി, പാടാതെ നിർത്തിയില്ല. അങ്ങനെ അവൻ തുടങ്ങി ജീവിതേശ്വരി കേൾക്കുവാനൊരു പ്രേമലേഖനം എഴുതി എന്ന് പാടി നിർത്തിയ ഒരു പോസിൽ എലിരവി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്. അവൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവള് മേടിച്ചടാ. അതോടുകൂടി പാട്ട് കുളമായി. പാട്ട് കുളമായി തന്നെ ദിനേശ് ചിരിക്കാൻ പെട്ടെന്ന് അതുവരെ പാടിയ മൂഡ് മാറി പെട്ടെന്ന് ചിരി വന്നു അവന്. അത് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരാൾ ആ മാവിൻ്റെ ചോട്ട് നിന്നിട്ടാണ് അടുത്ത കമൻറ്റ് വിളിച്ചത്. അതോടുകൂടി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. ആദ്യമായി ഈ കോളേജിൽ വെച്ച് ദിനേശിൻ്റെ പാട്ടിന് കൂവല് കിട്ടി. അങ്ങനെ തൽക്കാലം ആ പ്രണയ സംരംഭം തകർന്നെങ്കിലും പിന്നീട് അവർ ഗാഢമായ പ്രണയത്തിലേക്ക് പോവുകയും ഡിഗ്രി കഴിഞ്ഞ് ഏറ്റവും ആദ്യം ഞങ്ങളുടെ ഗാംഗിൽ കല്യാണം കഴിക്കുന്നത് ദിനേശും ദീപയാണ്. ഡിഗ്രി അവസാന കാലഘട്ടങ്ങളിൽ അതുവരെ പൂച്ചയെ പോലെ നടന്ന ബാലൻ ഒരു പ്രണയത്തിൽ അകപ്പെട്ടു. ആ പ്രണയം ക്യാമ്പസിനകത്ത് അധികം പേര് അറിയുമ്പോഴേക്കും ക്യാമ്പസ് കാലം കഴിഞ്ഞു. ഡിഗ്രി അവസാന മാസങ്ങളിലാണ് അത് ലീക്ക് ഔട്ട് ചെയ്ത് പുറത്തു വരുന്നത്. ക്ലാസ്മേറ്റ്സിലെ മുരളിയുടെയും റസിയുടെയും പ്രണയം പോലെയായിരുന്നു. അത് ആരും അറിഞ്ഞില്ല. രണ്ടുപേരും സൂത്രത്തിൽ കൊണ്ട് നടക്കുമായിരുന്നു. ഈ സ്ഥലത്ത് പ്രണയങ്ങൾ അങ്ങനെയൊന്നും ഒരുപാടൊന്നും വേസ്റ്റായി പോയിട്ടില്ല. എല്ലാം കല്യാണം എന്ന് പറയുന്ന അപകടത്തിൽ കലാശിച്ചിട്ടുണ്ട്. ഇത് ഗോപി സാർ. പ്രീ ഡിഗ്രിക്ക് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫിസിക്സ് സാറായിരുന്നു. ക്ലാസ്സിൽ വെച്ച് സാർ എന്നെ കണ്ടിട്ടുള്ളതിനൊക്കെ കൂടുതൽ പുറത്ത് വെച്ചിട്ടായിരിക്കും ഇവർക്ക് മറ്റേ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് പോലെ തന്നെ അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് മറ്റ് കലാ സംസ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമല്ലോ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ സ്ഥാപനത്തിന് വലിയൊരു അസറ്റ്സാണ്. അതായത് രാജോസ് സംവിധാന രംഗത്ത്, അതേമാതിരി ദിനേശ് പിന്നണി രംഗത്ത്, അങ്ങനെയൊക്കെ പണ്ട് ഇവിടെ ആർട്സ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരൊക്കെ നല്ല നിലയിൽ എത്തിയെന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ട്. ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഞങ്ങളുടെ കോളേജിലെ ലൈഫിൽ. അവിടെയാണ് ക്യാൻറ്റീൻ. വിജയേട്ടൻ, ഷേക്സ്പിയർ വിജയേട്ടൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. വിശാലമായ കഷണ്ടിയും നിറയെ മുടിയുണ്ട്,
വലിയ താടിയൊക്കെ ആയിട്ട് ഷേക്സ്പിയർ വിജയേട്ടൻ്റെ കഥയിലൊരു പ്രധാന സംഭവം എന്ന് വെച്ചാൽ എല്ലാ വർഷവും 5 സെൻറ്റ് വീതം പുള്ളി വിൽക്കും കൊല്ലവസാനം. കാരണം പഠിക്കുന്ന പിള്ളേർ അവസാനം എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ടിൽ വർഷാവസാനം പൈസ കൊടുക്കാതെ മുങ്ങിക്കളയും. മാറിപ്പോകുന്ന അധ്യാപകർ ചിലരൊക്കെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് കേൾവി. അങ്ങനെ ഓരോ വർഷാവസാനം ആകുമ്പോഴും വിജയേട്ടന് 2 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലം വെച്ച് പോവും. പക്ഷെ ഒരു നിയോഗം പോലെ വിജയേട്ടൻ ഇവിടെ ക്യാൻറ്റീൻ വർഷങ്ങളോളം നടത്തിക്കൊണ്ടിരുന്നു. ഈ ഒരു ഏരിയ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടാണ്. സ്ഥിരമായിട്ട് ഈ മരത്തിൻ്റെ ചുവട്ടിൽ ക്യാൻറ്റീനിലുമായിട്ട് ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ട്. ഇതിന് പുറകിലായിരുന്നു ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട്. ലക്ഷ്മി ദേവി, സന്ധ്യ റാണി, അങ്ങനെ ആ കാലത്തെ ഭയങ്കര ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ് ഇവിടെ കളിച്ച് തീർത്തിട്ടുള്ളതാണ്. മിക്കവാറും അവർ കളി ഉണ്ടെങ്കിൽ കോളേജിലെ എല്ലാ ആൺപിള്ളേരും ഇവിടെ ആയിരിക്കും ബാസ്കറ്റ്ബോൾ കളി കാണാൻ. ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ പല സീക്വൻസുകളിലും ഈ കോളേജിൽ നമ്മളുടെ അനുഭവങ്ങൾ, ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. കുറേ കാലത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ കോളേജിൽ വീണ്ടും വരിക. ഈ ഒരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് വീണ്ടും ഇവിടെ വരാനും പഴയ ഓർമ്മകളായി വറക്കാനും ഒക്കെ സാധിച്ചു. ഇതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. കോളേജിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ള ആൾക്ക് അത് മനസ്സിലാവും. ഇതെൻ്റെ വീടാണ്. ഞാൻ ജനിച്ചു വളർന്ന വീട്. എൻ്റെ അച്ഛനും അമ്മയും സിസ്റ്ററും ഇപ്പോൾ ഇവിടെ താമസിക്കും. ഇതാണ് എൻ്റെ തറവാട്. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ മരുമകൻ, എൻ്റെ പെങ്ങളുടെ ഒരേ ഒരു പെങ്ങളുടെ മകൻ ജോജു. അച്ഛനമ്മയും ടീച്ചേഴ്സായിരുന്നു. അനിയൻ ദുബായിലാണുള്ളത്, ഇപ്പോൾ ഷാർജയിലാണ് താമസിക്കുന്നത്. അനിയൻ്റെ മിസ്സിസും മോളും അവൻ്റെ കൂടെ അവിടെ ഷാർജയിലാണ്. അനിയത്തിയുടെ മകനാണ് ഇവൻ. അനിയത്തിയുടെ ഹസ്ബൻഡ് ദുബായിലാണുള്ളത്. ഞങ്ങൾ 3 മക്കളാണ്. എന്നെ പഠിപ്പിച്ച് ആദ്യം ഡോക്ടറാക്കണം എന്നാണ് പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ അത് എൻജിനീയറായി. അങ്ങനെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് പഠിപ്പിച്ച് ഫസ്റ്റ് ഗ്രൂപ്പൊക്കെ എടുത്ത് എൻ്റെ പഠിത്തത്തിൻ്റെ വിശേഷം കൊണ്ട് ഞാൻ ഡിഗ്രിക്ക് എക്കണോമിക്സിന് ചേർന്നു. എക്കണോമിക്സ് കഴിഞ്ഞിട്ടാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മദ്രാസിലേക്ക് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് മാനുവൽ കളർ പ്രോസസ്സിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ നിന്ന് അപ്പച്ചനും അമ്മയും കൂടി മദ്രാസിലേക്ക് വിട്ടത്. പക്ഷേ ഞാൻ ചെന്ന് പെട്ടത് സിനിമാക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്തും സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റൻറ്റ് ക്യാമറാമാനായിട്ടും അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സംഘം ചെറുപ്പക്കാരുടെ ഇടയിലാണ് ചെന്ന് പെട്ടത്. ഞാനും സ്വാഭാവികമായിട്ടും അതിൽ ആകർഷണമാവുകയും സിനിമ ചൂസ് ചെയ്യുകയും ചെയ്തു. ആദ്യത്തെ സിനിമയ്ക്ക് പുറപ്പെട്ടതിന് ശേഷമാണ്, വർക്ക് ചെയ്യാൻ പുറപ്പെട്ടതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ ഇവരോട് വിവരം പറയുന്നത്. പിന്നെ എൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ എന്ന് തീരുമാനിക്കേണ്ടി വന്നു. എനിക്കതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിലാണ് അവന് താല്പര്യം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കമലായിട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞു ലാലുവിന് സിനിമയിൽ നല്ല താല്പര്യമുള്ള ആളാണ്, അതുകൊണ്ട് മാഷ് ഇതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട, അവന് നല്ല കഴിവുള്ള ആളാണ്, അവൻ്റെ കാര്യം അവൻ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളും, ഇതിനെക്കുറിച്ചൊന്നും മാഷ് വിഷമിക്കേണ്ട, ഒരാളെന്താവണം എന്നുള്ളത് നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വ്യക്തിയുടെ താല്പര്യമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഏതായാലും നല്ല
നല്ല പ്രോഗ്രസ്സാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഒരു മറവത്തൊരു കനവ് ഷൂട്ടിങ് കഴിഞ്ഞു. അത് പിന്നെ പടം വന്നതോട് കൂടിയിട്ട് എൻ്റെ ധാരണ തെറ്റാണെന്നും അവൻ്റെ തീരുമാനമാണ് ശരിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കിന്ന് എൻ്റെ മകനെ കുറിച്ച് നല്ല അഭിമാനമാണ്. ഇതെൻ്റെ കുടുംബം, ഇതെൻ്റെ ഭാര്യ ലീന. ലീന ഇവിടെ LSN കോൺവെൻറ്റ് സ്കൂളിൽ ടീച്ചറാണ്. നമ്മൾ നേരത്തെ പോയിരുന്നു, ഞാൻ പഠിച്ച LP സ്കൂൾ എന്ന് പറഞ്ഞില്ലേ, ആ LP സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് രണ്ടും എൻ്റെ മക്കൾ. മൂത്താൾ ഐറിൻ, ഇവളെ നമ്മൾ ലച്ചു എന്നാണ് വിളിക്കുന്നത്. ഇവളുടെ പേര് കാതറിൻ, ഞങ്ങൾ ചക്കര എന്ന് വിളിക്കും. ഇയാൾ 9th, ഇയാൾ 2nd സ്റ്റാൻഡേർഡിൽ. കല്യാണം 92-ലായിരുന്നു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എൻ്റെ പാരൻസിൻ്റെ ഫ്രണ്ട്സായിരുന്നു ലീനയുടെ പാരൻസ്, ഒറ്റപ്പാലത്ത് തന്നെ. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും സ്റ്റുഡൻ്റായിരുന്നു. അങ്ങനെ അവരാണ് സെലക്ട് ചെയ്തത്. സിനിമയിലൊക്കെ ഇങ്ങനെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്താണ് കല്യാണം. അപ്പം പാരൻസ് വിചാരിച്ചിട്ടുണ്ടാവും സിനിമയിൽ വലുതായിട്ടൊന്നും ആയില്ലെങ്കിലും ജോലിയുള്ളൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ പട്ടിണി കൂടാതെ കഴിഞ്ഞോളും എന്ന് വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം. ഏതായാലും നേരത്തെ കല്യാണം കഴിഞ്ഞു. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചരൻ മുല്ല മുട്ടിലൂറും, അത്തരൊന്നു വേണ്ടേ അത്തരൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ, സുൽത്താൻ്റെ ചേരുകാരാ. നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിലെ നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിലെ പഞ്ചസാരയാവാൻ, നിന്റെ നെഞ്ചിലെ ദഫ്ഫുമൊട്ടുമായി എന്നും എൻ്റെ ആകാൻ, ഒപ്പനയ്ക്കും